പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട രക്ഷയാണ്. ഞങ്ങൾക്ക് ആവശ്യമായ ജീവനും ശക്തിയും സംരക്ഷണവും സമാധാനവും സന്തോഷവും കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ അങ്ങയുടെ ജീവന സമൃദ്ധിയാൽ ഞങ്ങളെ നിറച്ചുകൊണ്ട് എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, എപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ട സൗഖ്യവും സൗഹൃദവും ധൈര്യവും എല്ലാം നൽകിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളൊന്ന് ചേർന്ന് നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത്. അങ്ങയുടെ ജീവൻ തന്നെയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത്. അങ്ങ് അങ്ങയെ തന്നെയാണല്ലോ ഞങ്ങൾക്ക് നൽകുന്നത്. ഈശോയെ, അങ്ങയെ സ്വീകരിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങ് നൽകുന്ന കൃപകളെ, ദാനങ്ങളെ, രക്ഷയെ സ്വന്തമാക്കുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് കൃപ നൽകണമേ. കർത്താവേ, അങ്ങയുടെ കൃപയാലാണ് ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നത്. അങ്ങ് തന്നെ ഞങ്ങളെ ആകർഷിക്കണം, അങ്ങ് തന്നെ ഞങ്ങളെ പ്രേരിപ്പിക്കണം. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അങ്ങയിലേക്ക്, അങ്ങാകുന്ന രക്ഷയിലേക്ക്, അങ്ങാകുന്ന ജീവനിലേക്ക്, അങ്ങാകുന്ന കൃപയിലേക്ക് ആനയിക്കണമേ, ആകർഷിക്കണമേ, അതിലേക്ക് പ്രേരിപ്പിക്കണമേ. ഞങ്ങൾ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് വിളിച്ച മക്കൾക്ക് ലഭിച്ച വലിയ കൃപ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാൻ വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുമസിന്റെ ചൈതന്യത്തിലാണ് നാം എല്ലാവരുമായിരിക്കുന്നത്. അതിന്റെ സമാധാനവും സന്തോഷവും കർത്താവിന്റെ സാന്നിധ്യവും നമ്മൾ അനുഭവിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ദിവസങ്ങൾ ആയിരിക്കാം, നമ്മെ തന്നെ ഒരുക്കാം 2026 വലിയ പ്രാർത്ഥനയോടെ, വലിയ കൃപാഭിഷേകത്തിന്റെ നിറവിൽ പ്രവേശിക്കാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു ചെറിയ വചനം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനമാണ്. നമ്മുടെ ഇങ്ങനെ വായിക്കുന്നത്: തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെ കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. അതായത് തങ്ങളോട് പറയപ്പെട്ടതുപോലെ അവർ കണ്ടു, അവർ കേട്ടു. ആ ഒരു അനുഭവം അവരോട് പറഞ്ഞു, ഇതാ സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സത്വാർത്ത. ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആ രക്ഷകൻ, ആ കൃപാദാതാവ് ഇതാ ഇവിടെ കിടത്തിയിരിക്കുന്നു, പുൽത്തൊട്ടി കിടത്തിയിരിക്കുന്നു. അതൊക്കെ പറഞ്ഞു. അവരത് പറഞ്ഞതൊക്കെ അവരെന്ത് ചെയ്തു? ആ പറയപ്പെട്ടത് കാണാൻ വേണ്ടി, അത് കേൾക്കാൻ വേണ്ടി അവര് ദൈവദൂതന്മാർ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. അവരെന്നിട്ട് അത് കണ്ടു, അത് കേട്ടു എന്ന് പറഞ്ഞാൽ അത് കണ്ടു കേട്ട് അവർ സ്വീകരിച്ചു. അതിനെ ചൊല്ലി അവരെന്ത് ചെയ്തു? ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് അവർ പോവാൻ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട വലിയൊരു കാര്യമാണ് നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട രക്ഷ, ദിവ്യകാരുണ്യം, കുദാശകൾ, കർത്താവിന്റെ സാന്നിധ്യം, ജീവന്റെ സമൃദ്ധി, കൃപ. ആ കൃപാ ജീവിതം ഇതൊക്കെ നൽകപ്പെട്ടു കഴിഞ്ഞു. നമ്മളെ അതിലേക്ക് ദൈവം വിളിച്ചു കഴിഞ്ഞു. ഉദാശകളിലൂടെ, തിരുസഭയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലൂടെ ഈ രക്ഷയൊക്കെ നമുക്ക് വേണ്ടി നൽകപ്പെട്ടു കഴിഞ്ഞു. നമുക്കൊക്കെ ഈ വചന ശുശ്രൂഷയിലൂടെ നൽകപ്പെടുന്നതൊക്കെ വലിയ രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യങ്ങളാണ്. വലിയ ആഹ്വാനങ്ങൾ, വലിയ സന്ദേശങ്ങൾ, രക്ഷയുടെ കർത്താവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുക. അച്ഛനിലൂടെ, വചനത്തിലൂടെ എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്തി തരുമോ ഈ സന്ദേശങ്ങൾ? നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ കാണണം, നമ്മളത് കേൾക്കാൻ വേണ്ടി പോകണം.
അതാണ് ഈ ഇടയന്മാർ ചെയ്തത്. അവരോട് പറഞ്ഞു, അവര് ആ ഇടയന്മാര് ആടുകളെ പോലും വിട്ടിട്ടാണെന്ന് തോന്നണേ. അവർ ബെത്ലഹേമിലേക്ക് ചെല്ലുന്നു. അവര് പറഞ്ഞ പോലെ ഇതാ പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടത്തിരിക്കുന്ന ശിശുവിനെ കാണുന്നു, ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പറഞ്ഞ കാര്യങ്ങൾ കണ്ടു കേട്ടു സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വീകരിച്ച് അവർ തിരിച്ചു പോകും. നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കും. കണ്ട് കേട്ട്, എന്ത്? കർത്താവിനെ കണ്ട് കർത്താവിനെ കേട്ട് പറയപ്പെട്ട കാര്യങ്ങൾ അനുഭവിച്ച് കണ്ട് കേട്ട് സ്വീകരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. അതിനോർത്ത് ദൈവത്തിന്റെ ഓർത്തേക്ക് നമ്മൾ ദിവ്യക്കാരുടെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനും നന്ദി പറയാനും സ്തുതിക്കാനും തുടങ്ങിയാൽ സ്തുതിച്ച തീരുവോ മക്കളെ? മഹത്വപ്പെടുത്തിയ തീരുവോ? ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ സാന്നിധ്യം ഈ പാവപ്പെട്ട നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് കൂടെ വസിക്കുന്ന കർത്താവിനെ കരുണയോർത്താൽ നമുക്ക് മഹത്വപ്പെടുത്താനും നന്ദി പറയാനും സ്തുതിക്കാനല്ലാതെ നമുക്ക് വേറെന്താ ചെയ്യാനുള്ള? കാണണം, അനുഭവിച്ചാൽ. അതാണ് കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയാൻ വേണ്ടി സങ്കീർത്തനം രുചിച്ചറിയണം. അത് കാണണം, അത് കേൾക്കണം. അത് ആര്? നമ്മൾ ഓരോരുത്തരും കാണണം, കേൾക്കണം. നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഇതാണ് സത്യം, ഇതാണ് അവസ്ഥ, ഇതാണ് ജീവിതം. പറയാൻ പറ്റും. കൈസവ ജീവിതം, കുദാശ ജീവിതം, കൃപാ ജീവിതം, ദൈവൈക്യ ജീവിതം, ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോ അത് നമ്മൾ, ഞാനും നീയും നമ്മൾ മക്കളും ചെയ്യേണ്ട കാര്യം അത് പോയി കാണണം, കേൾക്കണം, വ്യക്തിപരമായിട്ട് രുചിച്ചറിയണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതം തന്നെ മാറും. സ്തുതിയുടെ ജീവിതമായിട്ട് മാറും, ദൈവത്തെ മഹത്വപ്പെടുന്ന ജീവിതമായിട്ട് മാറും, ദൈവത്തിന്റെ കൂടെ ദൈവത്തെ സ്വീകരിച്ച് ജീവിക്കുന്ന ജീവിതമായിട്ട് മാറും. അതുകൊണ്ട് മക്കൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ മക്കൾ, ഞാൻ ചിലപ്പോൾ ഓർക്കണ്ട്, നമ്മുടെ മക്കൾ ഈ വിശുദ്ധ കുർബാനയൊക്കെ ഒന്ന് അനുഭവിച്ച് അത് കണ്ട് തരക്കേറിട്ട് കാര്യമൊന്നുമില്ല, പള്ളിപ്പെട്ടും കാര്യമില്ല, അച്ഛനായിട്ടും കാര്യമില്ല. അച്ഛനായതുകൊണ്ട് ദൈവാനുഭവം ഉണ്ടാവണമെന്നൊന്നുമില്ല, കന്യാസ്ത്രീയായതുകൊണ്ട് ദൈവാനുഭവം ഉണ്ടാവണമെന്നൊന്നുമില്ല, കുർബാന അർപ്പിക്കുന്ന അച്ഛനാണെങ്കിലും വിശുദ്ധ കുർബാന അനുഭവം ഉണ്ടാവണമെന്നൊന്നുമില്ല. അത് കാണണം, കണ്ടവനാണെങ്കിലോ കേട്ടവനാണെങ്കിലോ അത് രുചിച്ചറിഞ്ഞവനാണെങ്കിൽ അവന് ദിവ്യകാരുണ്യ ബന്ധം, വിശുദ്ധ കുർബാന പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ശബ്ദം, അവൻ ദൈവത്തെ സ്തുതിച്ച് എപ്പോഴും മഹത്വപ്പെടുത്തി ആരാധിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ ഇത് കണ്ട് അനുഭവിച്ചാണ്ടല്ലോ. നമ്മുടെ മക്കൾ കുർബാന വിട്ടുന്ന് പോയില്ല. നമ്മുടെ മക്കളോടത്തേക്ക് കുർബാന വേണ്ട, കൂദാശ വേണ്ട, ദൈവം വേണ്ട, കുടുംബ പ്രാർത്ഥന വേണ്ട, ദൈവവചനം വേണ്ട, ജപമാല വേണ്ട. എന്തുകൊണ്ടാ? അവർ കണ്ടിട്ടില്ല, ഇതുവരെയും കേട്ടിട്ടില്ല. കാണണം, കേൾക്കണം, രുചിച്ചറിയണം. അതിനോർത്ത് നന്ദിയുള്ള ജീവിതം ജീവിക്കണം. അതൊരാഴപ്പെട്ട ജീവിതം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ശരിക്കും ഒരു വേദന എന്ന് പറയുന്നുണ്ടല്ലോ. ഈ സത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് സ്വീകരിക്കാനൊന്നും ആളുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ വീഡിയോ ഒക്കെ നോക്കിയപ്പോ ക്രിസ്മസിൽ തിരക്കൊക്കെ ആയിരിക്കും, വ്യൂവേഴ്സ് ഒക്കെ തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ മക്കളെ, ഈ അടിസ്ഥാന സത്യമാകുന്ന കൃപാ ജീവിതം, ദൈവൈക്യ ജീവിതം, അത് കണ്ട് കേട്ട് അനുഭവിച്ച് രുചിച്ചറിയാത്തിടത്തോളം കാലം എന്തെല്ലാം കിട്ടിയാലും എന്റെ മക്കളെ, നമ്മളോ നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബമോ അച്ഛന്മാരോ പിതാക്കന്മാരോ കന്യാസ്ത്രീമാരോ ഒരുത്തനും രക്ഷപ്പെടില്ല. സത്യം രക്ഷപ്പെടില്ല. അല്ലാണ്ട് അവിടെ പോയി ധ്യാനം കൂടി, അവിടെ പോയി നിയോഗ പ്രാർത്ഥന നടത്തി, അവിടെ പോയി അത് ചെയ്ത് ഒരു കാര്യമൊന്നുമില്ല. ഇതാണ് സത്യം. ആട്ടിടയന്മാരെ പോലെ കാണണം, പോയി കേൾക്കണം, പോയി അനുഭവിക്കണം. അതിനോർത്ത് നന്ദി പറഞ്ഞ് ജീവിക്കണം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും. കിട്ടുന്നില്ലേ, രക്ഷപ്പെടില്ല. ഞാനത് ഇതുകൊണ്ട് പറയുന്നില്ല മക്കളെ. ഈ അടിസ്ഥാന സത്യമായ സുവിശേഷം സ്വീകരിക്കപ്പെടാതെ പോകുന്നല്ലോ എന്നുള്ള വേദന കൊണ്ട് പറയുന്നു. അതുകൊണ്ട് മക്കളെ ഞാൻ ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ ഈ പ്രാർത്ഥനയും ഈ ശുശ്രൂഷയും അനേക മക്കൾക്ക് പകർന്നു കൊടുക്കുക. അനേക മക്കൾ ഈ ഒരു നിയോഗം വെച്ച് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കൃപ നിറയപ്പെടട്ടെ, ദൈവസാന്നിധ്യത്തിൽ ഐക്യപ്പെടട്ടെ, കർത്താവിന്റെ ശക്തി അറിയപ്പെടട്ടെ. അത് മതി. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, അവരുടെ പഠനം, ജോലി എല്ലാം അനുഗ്രഹിക്കുക. പ്രാർത്ഥിക്കാം മക്കളെ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന രക്ഷ കാണാനും കേൾക്കാനും അനുഭവിക്കാനും അങ്ങേ തന്നെ രുചിച്ചറിയാനും എത്ര ഭാഗ്യം ലഭിച്ചിട്ട് അതിലേക്ക് തിരിയാതെ പോയവരാണ് ഞങ്ങളൊക്കെ.
ആട്ടിടയന്മാരെ പോയി കണ്ടു, കേട്ടു, അവർ അനുഭവിച്ചു. പിന്നീട് അങ്ങോട്ട് സ്തുതിച്ചുകൊണ്ടുള്ള ജീവിതം അവർ ജീവിക്കും. കർത്താവേ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം ഈശോയെ. ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ മക്കൾക്ക് ഈ ഒരു അനുഭവം അങ്ങേ കാണാൻ, അങ്ങേ കേൾക്കാൻ, അങ്ങേ രുചിച്ചറിയാൻ, അതിനോട്ട് അങ്ങേക്ക് നന്ദി പറയാൻ, നന്ദിയുടെ ജീവിതം ജീവിക്കാൻ ഈശോയെ ഞങ്ങൾക്കിടയാകട്ടെ. സഭയ്ക്കിടയാകട്ടെ, വൈദികർക്കിടയാകട്ടെ, കന്യാസ്ത്രീമാർക്കിടയാകട്ടെ, അഭിവാദ്യ പിതാക്കന്മാർക്ക് അതിനുള്ള വലിയ കൃപ കൊടുക്കണമേ ഈശോയെ. ഞങ്ങൾ വലിയ ദാഹത്തോടെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ, കൃപ ചൊരിയണമേ. കർത്താവ് ഇപ്പോൾ കർമ്മ ധ്യാന കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, വലിയ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. അങ്ങയുടെ രക്ഷ കാണാൻ, അനുഭവിക്കാൻ, രുചിച്ചറിയാൻ ആ ഭാഗ്യം അങ്ങയുടെ മക്കൾക്ക് കൊടുക്കണമേ. പ്രാർത്ഥിക്കുക മക്കൾ, ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി. നിങ്ങൾ ധ്യാനത്തിൽ പങ്കെടുക്കാനുള്ളവര് പ്രത്യേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് വഴിയൊരുക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചോടെ, പ്രത്യേകിച്ചും കർത്താവിനെ കാണാനും കേൾക്കാനും രുചിച്ചറിയാനും നന്ദിയുടെയും ദൈവസ്തുതി കീർത്തനത്തിന്റെ ജീവിതം ജീവിക്കാനും വലിയ ഭാഗ്യത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മക്കളെ, വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക് സമർപ്പിച്ച് ആശീർവാദത്തിനോട് ഒരുങ്ങിക്കുക. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരകളും കൃപകളും ചൊരിഞ്ഞ് അങ്ങേ കാണാനും അങ്ങയുടെ രക്ഷ അനുഭവിക്കാനും കേൾക്കാനും അത് രുചിച്ചറിയാനും വേണ്ട കൃപ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും, എല്ലാ മക്കൾക്കും നൽകണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ ഏകരക്ഷകനാകുന്ന കർത്താവിന്റെ അനുഗ്രഹവും ആശീർവാദവും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അടിസ്ഥാന സത്യങ്ങളിൽ ജീവിതം ഉറപ്പിക്കാനും അതിനുവേണ്ടി ജീവിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെല്ലാവരും അങ്ങേ കണ്ട് അനുഭവിച്ച് കേട്ട് മനസ്സിലാക്കി രുചിച്ചറിഞ്ഞ് നന്ദിയുള്ള ജീവിതം ജീവിക്കാൻ, അങ്ങയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ പങ്കെടുത്ത മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന മക്കളെ സമർപ്പിക്കണമേ. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ആലയത്തെ സഹായിക്കുന്ന, സാമ്പത്തികമായി പ്രാർത്ഥനയിലൂടെ എല്ലാം സഹായിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മക്കള്, ധ്യാനത്തെ സഹായിക്കുന്ന മക്കള്, ഈ ആലയത്തെ സഹായിക്കുന്ന എല്ലാ മക്കളും ഓർത്ത് നന്ദി പറയുന്നു. സ്വയം അനുഗ്രഹിക്കണമേ, കൃപ ചൊരിയണമേ. ആമേൻ.